ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വ്യാഴഗ്രഹം മിഥുന രാശിയിലേക്ക് ഈ കഴിഞ്ഞ മെയ് മാസം 14 സംക്രമിച്ചു, ഗോചാരം നടന്നു. പക്ഷെ ഒക്ടോബർ 18 തൊട്ട് ഡിസംബർ 5 വരെ തിരിച്ചും ഋഷഭരാശിയിലേക്ക് വരുമെങ്കിലും അത് 2 മാസത്തേക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന നമ്മളിപ്പോൾ പറയുന്ന ഈ സംക്രമണ കാലത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു വർഷത്തേക്ക് തന്നെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. പക്ഷേ സംക്രമണ കാലത്ത് നടക്കുന്ന മാറ്റങ്ങളെയൊക്കെ നമ്മൾ വ്യാഴൻ്റെ സംക്രമണം കൊണ്ട് നടക്കുന്ന മാറ്റങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് അത് എപ്പോഴും മുഴുവനും ശരിയായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. കാരണം ഒരാളുടെ ഹോറോസ്കോപ്പിൽ മറ്റുള്ള ഗ്രഹങ്ങളും അയാളെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നല്ലവണ്ണം സ്വാധീനിക്കുകയാണെങ്കിൽ ഇത് കേടുണ്ടാക്കുകയാണെങ്കിലും അത് അതിനെ പരിഹരിക്കപ്പെടും. അത് കാരണം നമ്മൾ ഇതിനെ 100% വിശ്വസിക്കരുത്. ഓവറോളായിട്ട് ഒരു എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഒരു വർഷത്തേക്ക് നിൽക്കുന്നുണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഗ്രഹമാണ്. അത് കാരണം വളരെ ശക്തിയേറിയ ഒരു ഗ്രഹം കൂടെയാണ്. അത് കാരണം ഇതിൻ്റെ പ്രവചനങ്ങൾ ചിലർക്കൊക്കെ 100% സംഭവിച്ചേക്കാം. പൊതുവെ പറഞ്ഞാൽ ഒരു 75 തൊട്ട് 80% വരെ ഇതിലുള്ള പ്രവചനങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാം. മിഥുന രാശിയിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. മിഥുന രാശി വന്നിട്ട് മകര നക്ഷത്രത്തിൻ്റെ പകുതിയും തിരുവാതിര നക്ഷത്രവും പുണർദ നക്ഷത്രത്തിൻ്റെ മുക്കാലും ചേർന്നതാണ് മിഥുന രാശി. ഈ മിഥുന രാശിയിലുള്ളവർ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഈ സമയത്ത് വ്യക്തിത്വ വികസനം ഉണ്ടാകാം, വിജ്ഞാനവർദ്ധനയുണ്ടാവും, ആകർഷകമായ സാന്നിധ്യം അവരിലുള്ള സ്ഥലത്ത് ആകർഷകമായ സാന്നിധ്യം ഉണ്ടാവും. ജൂപ്പിറ്റർ മിഥുന രാശിയിൽ പ്രവേശിക്കുന്നത് മിഥുന രാശിക്കാർക്ക് ആത്മീയപരമായ ബന്ധപരമായ തൊഴിൽ മേഖലയിലെ പുരോഗതിയും തൊഴിൽ മേഖലയിലും പുരോഗതിക്ക് വഴിയുണ്ടാകും. പക്ഷേ ഇതൊക്കെ നല്ലത് സംഭവിക്കുമെങ്കിലും ആത്മവിശ്വാസം കൂടുമെങ്കിലും പക്ഷേ അത് നമ്മൾ അതിര് കടക്കാതെ നോക്കണം. ആത്മീയ വളർച്ചയും പൊതുപ്രശംസയും പ്രതീക്ഷിക്കാം. അത് കാരണം അഹങ്കാരം ഉണ്ടാവാതെയും നോക്കണം. അടുത്തത് കർക്കിടക രാശി. കർക്കിടക രാശി വന്നിട്ട് പുണർദ നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും പൂയ നക്ഷത്രവും ആയില്യ നക്ഷത്രവും ചേർന്നതാണ് കർക്കിടക രാശി. ഇതിൽ കർക്കിടക രാശിയിൽപ്പെട്ടവർക്ക് തൊഴിലിൽ ഉയർച്ചയും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഈ ഗുരുപ്രവേശത്തിൻ്റെ ഫലമായി സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമല്ലോ, ആത്മ അന്വേഷണത്തിനും ആത്മീയതയുമായി വീണ്ടും ബന്ധപ്പെടുന്നതിനും അനുയോജ്യമായ സമയമാണ്. വിദേശ ബന്ധങ്ങൾ മെച്ചപ്പെടും, മോക്ഷ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. വിദേശ ബന്ധങ്ങൾ ബന്ധപ്പെടും, മോക്ഷ ലക്ഷ്യങ്ങൾ സാധ്യമാകും. വളരാനുള്ള അവസരങ്ങൾ ഈ സമയത്ത് ലഭിക്കും. നമുക്ക് അവസരങ്ങൾ ലഭിക്കും, നമ്മളത് ഉപയോഗിക്കുന്ന എങ്ങനെയെന്നുള്ളത് പോലെ ഇരിക്കും. നമുക്ക് വളരാനായിട്ടുള്ള അവസരങ്ങൾ ഈ സമയത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വ്യാഴൻ്റെ ദൃഷ്ടി 4-ാം ഭാഗം, 6-ാം ഭാഗം, 8-ാം ഭാവങ്ങളിൽ വീഴുന്നതിനാൽ ഈ വ്യാഴൻ്റെ ദൃഷ്ടി 4-ാം ഭാവത്തിലും 6-ാം ഭാവത്തിലും 8-ാം ഭാവത്തിൽ ലഗ്നത്തിൽ നിന്ന് അവരവരുടെ ലഗ്നത്തിൽ നിന്നും 4, 6, 8 ഭാവങ്ങളിൽ വീഴുന്നതിനാൽ വീടുമായി ബന്ധപ്പെട്ട ഭാഗ്യം, ആരോഗ്യത്തിൽ മെച്ചം, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ വർഷം ആരോഗ്യത്തിൽ മെച്ചം കാണാം. പക്ഷേ ചെലവുകൾ അനിയന്ത്രിതമായിരിക്കും. വരവ് കൂടുതലുണ്ടാവുമെങ്കിലും ചെലവുകൾക്ക് ഒരു കടിഞ്ഞാണിടേണ്ടി വരും. ചെലവുകൾ അനിയന്ത്രിതമായി പെരുകിയേക്കാം. അടുത്തത് സിംഹരാശി. സിംഹരാശി വന്നിട്ട് മകനക്ഷത്രവും പൂരനക്ഷത്രവും ഉത്തര നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും ചേർന്നതാണ് സിംഹരാശി. മകനക്ഷത്രവും പൂരനക്ഷത്രവും ഉത്തര നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും ചേർന്നതാണ് സിംഹരാശി. സിംഹരാശിയിൽപ്പെട്ടവർ ഇത്ര 2.25 നക്ഷത്രം. ഇത് പുതിയ ബന്ധങ്ങൾക്കും പുതിയ പങ്കാളിത്തങ്ങൾക്കും
വഴിയൊരുക്കും. ആഗ്രഹങ്ങൾ പൂർത്തിയാകും. പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും. സാമൂഹ്യ ഇടപെടലുകൾ പുതിയതായി നടത്തും. ഭാഗ്യപരമായ ഒരു സമയം തന്നെയാണിത്. ജോലി സ്ഥലത്ത് വളർച്ചയുണ്ടാവും. ബന്ധങ്ങളിൽ സന്തോഷമുണ്ടാവും. ജൂപ്പിറ്ററിൻ്റെ ദൃഷ്ടി 3, 5, 7 ഭാവങ്ങളിൽ വീഴുന്നത് കൊണ്ട് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടും. കുട്ടികളുമായിട്ടുള്ള ബന്ധം കുട്ടികൾ നല്ലവണ്ണം സന്തോഷം നൽകും. ഭാര്യയും കുടുംബവും വളരെ നല്ല സന്തോഷത്തിലായിരിക്കും. സൃഷ്ടിപരമായ കഴിവുകൾക്കും പ്രണയവത്കരണത്തിനും ഈ സമയം ഉത്തേജനം ലഭിക്കും. അടുത്തത് കന്നിരാശി. കന്നിരാശിയിൽപ്പെട്ടത് ഉത്തര നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗവും അസ്തനക്ഷത്രവും ചിത്ര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും ചേർന്നതാണ് കന്നിരാശി. ഉത്തരം 1/4 ഭാഗം, അസ്തം ചിത്തിരയുടെ പകുതി. തൊഴിൽ വേളകളിൽ വളർച്ചയുണ്ടാവാം. നല്ല അംഗീകാരം പ്രതീക്ഷിക്കാം. പൊതുവെയുള്ള പ്രതിച്ഛായ മെച്ചപ്പെടും. ജൂപ്പിറ്ററിൻ്റെ നൈതികത എന്ന് വെച്ചാൽ അധ്യാപകനും പഠിപ്പിക്കലും വിദ്യാഭ്യാസപരമൊക്കെ ആയിട്ടാണ് ഗുരുവിനെ നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ജൂപ്പിറ്റർ നൈതികതയോടെയുള്ള ജോലി രീതികൾക്കും ആത്മീയമായ ജോലി അനുഭവങ്ങൾക്കും പിന്തുണ ലഭിക്കും. പക്ഷേ അഹങ്കാരം ഒഴിവാക്കണം. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കാം. സ്വത്ത് വകയുമായിട്ടുള്ള ബന്ധങ്ങൾ അനുകൂലമായി പരിഹാരം. അടുത്തത് തുലാരാശി. തുലാരാശിയിൽ എന്താണ് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ചിത്തിര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും സ്വാതി നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗവും ചേർന്നതാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ധനം, സൗഭാഗ്യം, ലക്ഷ്യസാധ്യത എന്നിവയുടെ വളർച്ചയ്ക്ക് ഗുണകരമായ സമയമാണിത്. ഉയർന്ന വിദ്യാഭ്യാസം, ആത്മീയത, പുതിയ പഠന മാർഗങ്ങൾ എന്നിവയിലൂടെയുള്ള പുരോഗതി, പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ മെച്ചം എന്നിവ പ്രതീക്ഷിക്കാം. അക്കാഡമിക് വിജയങ്ങളിൽ പ്രസിദ്ധീകരണ പ്രവർത്തനങ്ങൾക്കും അനുകൂല സമയമാണ് ഈ വർഷം. ധനം, ഭാഗ്യം, ലക്ഷ്യസാധ്യത എന്നിവയുടെ വളർച്ചയ്ക്ക് ഗുണകരമായ ഗതികാലം ഉണ്ടാവും. ഉയർന്ന വിദ്യാഭ്യാസം, ആത്മീയത, പുതിയ പഠന മാർഗങ്ങൾ എന്നിവയിലൂടെയുള്ള പുരോഗതി, പിതാവുമായുള്ള ബന്ധത്തിൽ മെച്ചം എന്നിവ പ്രതീക്ഷിക്കാം. അക്കാഡമിക് വിഷയങ്ങൾക്കും പ്രസിദ്ധീകരണ പ്രവർത്തനങ്ങൾക്കും അനുകൂല സമയമാണ് ഇത്. വൃശ്ചികരാശി. വൃശ്ചികരാശി വന്നിട്ട് വിശാഖ നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗവും അനിഴ നക്ഷത്രവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികരാശി. വിശാഖ നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം, അനിഴ നക്ഷത്രം, തൃക്കേട്ടയുടെ 1/4 ഭാഗം, തൃക്കേട്ടയും മുഴുവൻ ഭാഗം. ആത്മീയ വളർച്ചയ്ക്കും ആന്തരികമായ മാറ്റങ്ങൾക്കും സമയം നല്ലതാണ്. പരിശോധന, സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്താം. ഗവേഷണം, റിസർച്ച് വർക്ക്, പാരമ്പര്യമായ ചികിത്സാ മാർഗങ്ങൾ ചിലപ്പോൾ അതൊക്കെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും അസുഖം വന്നാൽ പാരമ്പര്യമായ ചികിത്സാ മാർഗം സ്വീകരിച്ചേക്കാം. പിന്നെ ജോയിൻറ്റ് ഫൈനാൻസ് കാര്യങ്ങളിൽ, അതായത് കൂട്ടുമുയർച്ചകളിൽ ആരെങ്കിലുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് ശ്രദ്ധ വേണ്ടി വരും. ജാഗ്രത പുലർത്തണം. 12, 2, 4 ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളിൽ അത് കാരണം സ്വന്തം സ്വത്തിനും മാതാവിനും ഒക്കെ നല്ലത് സംഭവിക്കുമെങ്കിലും ചില ആവശ്യമില്ലാത്ത ചെലവുകൾ ഉണ്ടായേക്കാം. ആരോഗ്യ പ്രശ്നങ്ങളിലെ ബോധവൽക്കരണം, മാതാവിന് പിന്തുണ, കുടുംബ കാർമ്മിക ശുദ്ധീകരണം എന്നിവയ്ക്ക് ഈ സമയം വളരെ സഹായകരമായിരിക്കും. മാതാവിന് പിന്തുണ നൽകാം, മാതാവിൻ്റെ പിന്തുണ കിട്ടാം. പിന്നെ കുടുംബ കാർമ്മിക ശുദ്ധീകരണം എന്നിവയ്ക്ക് ഇത് വളരെ നല്ല സമയമാണ്. കുടുംബത്തിൽ നല്ല പൂജാതി കർമ്മങ്ങളൊക്കെ നടത്താം. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരപരമായിട്ട് പൂജകളൊക്കെ നടത്തുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ്. ധനുരാശി വന്നിട്ട് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം. ഇതിൽ ബന്ധങ്ങളാണ് പ്രധാനം. ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണിത്.
നിലവിലുള്ള ബന്ധങ്ങളിൽ ഒരു നല്ല ചാലകശക്തിയായിട്ട് മാറും. പങ്കാളിത്ത വ്യവസായങ്ങൾ വളരും. ധനപരമായ ലാഭമുണ്ടാവും. നിയമപ്രശ്നങ്ങളൊക്കെ അനുകൂലമായി പരിഹരിക്കപ്പെടുകയും ചെയ്യും. മകരരാശി. ഉത്രാട നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണ നക്ഷത്രം, അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം. വളർച്ചയ്ക്കും വിപുലീകരണത്തിനും പുതിയ സാധ്യതകൾ കാണാം. ഇതുവരെ കിട്ടാത്ത നമ്മൾ ചെയ്ത ജോലികൾക്കുള്ള ഉത്തരവാദിത്വപരമായി നമ്മൾ ചെയ്തിട്ടുള്ള ജോലികൾക്കുള്ള പ്രതിഫലം ഇതുവരെ കിട്ടാത്തതൊക്കെ ഈ സമയത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യം വീണ്ടെടുക്കാം. കടത്തിൽ നിന്ന് വിമുക്തി നേടാം. മത്സരത്തിൽ വിജയം ലഭിക്കും. ജ്ഞാനാത്മകമായ ദൃഷ്ടി, അതായത് നമ്മൾ ഗുരുവല്ലേ, ഗുരുവിൻ്റെ നല്ല ഉപദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ബുദ്ധിപരമായ ഒരു മെച്ചപ്പെടാനുള്ള സാധ്യത ഈ സമയത്ത് ലഭിക്കും. നിയമപ്രശ്നങ്ങൾക്കും ജോലി സ്ഥലങ്ങളിലുമൊക്കെ ബുദ്ധിയോടെ കാര്യങ്ങൾ നിർവഹിക്കും. കൂടുതൽ ബുദ്ധിയോടെ കാര്യങ്ങൾ നിർവഹിക്കും. അത് ധർമ്മപരമായ പല പ്രവർത്തനങ്ങളും അനുഷ്ഠാനശീലങ്ങൾക്കും ഉത്തേജനം ലഭിക്കും. പൊതുവെ നല്ലൊരു സമയം തന്നെയാണ് മകരരാശിക്കാർക്ക് ഈ സമയം. കുംഭം. അവിട്ടത്തിൻ്റെ പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം. ബന്ധങ്ങളിൽ സന്തോഷവും സാമൂഹ്യ ജീവിതത്തിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ, പ്രണയബന്ധങ്ങൾ, സന്താനഭാഗ്യം എന്നിവയ്ക്ക് ഗുണകരം തന്നെയാണ്. വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും നിക്ഷേപകർക്കും ഇത് നല്ലൊരു സമയം തന്നെയാണ്. ഭാഗ്യം വർദ്ധിക്കും. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. മനഃശാന്തിയും ഉണ്ടാവും. മീനനക്ഷത്രം. അതായത് പൂരുരുട്ടാതിയുടെ കാൽഭാഗവും ഉത്തരട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനരാശി. കുടുംബ ബന്ധങ്ങൾ, വീടിൻ്റെ കാര്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയേക്കും. വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനോ, അതായത് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനൊക്കെ നല്ല സമയമാണ്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾക്ക് ഇതൊരു അനുകൂല സമയം തന്നെയാണ്. മാതാവിൻ്റെ അനുഗ്രഹം കിട്ടും. ആഭ്യന്തരമായ സമാധാനം ഉണ്ടാവും. വാഹന സൗഭാഗ്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. തൊഴിൽ സന്തോഷവും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. മേടരാശി. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ജോലിയെ ബാധിക്കാതെ നോക്കുക. പെട്ടെന്ന് ദേഷ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ക്ഷമ നശിക്കാനുള്ള സാധ്യത, പെട്ടെന്ന് ക്ഷമ ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ വളരെ സൂക്ഷിക്കണം. സ്വയം പ്രകടനം, ആശയവിനിമയം, പഠനം എന്നിവയിൽ ശ്രദ്ധിക്കുക. ആശയവിനിമയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ ധൈര്യം ഉണ്ടാകും. പിന്നെ 7, 9, 11 ഭാവങ്ങളിൽ ജൂപ്പിറ്ററിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് കൊണ്ട് പങ്കാളിത്ത ബിസിനസ്സുകൾ നന്നായിട്ട് വരും. വിദൂര യാത്രകൾ വരും. സുഹൃത്ത് ബന്ധങ്ങൾ മെച്ചപ്പെടും. ചെറിയ യാത്രകൾ നടത്തും. ആത്മീയബോധം വർദ്ധിക്കും. ഋഷഭരാശി വന്നിട്ട് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകേരത്തിൻ്റെ അരഭാഗവും ചേർന്നതാണ്. ധനവർദ്ധന, കുടുംബ ബന്ധങ്ങൾ, സംസാരശൈലി എന്നിവയിൽ ശ്രദ്ധിക്കണം. നിക്ഷേപങ്ങൾക്ക് നല്ല സമയം. ഋഷഭരാശിയിൽ സംക്രമണം കൊണ്ടുവരുന്ന ഫലം ഒന്നുകൂടെ നോക്കാം. ഋഷഭരാശി എന്ന് പറഞ്ഞാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം, രോഹിണി മകേരത്തിൻ്റെ പകുതി ഭാഗം. ധനവർദ്ധന ഉണ്ടാവും, സംശയമില്ല. പക്ഷേ കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. പക്ഷേ സംസാരശൈലി വളരെ ശ്രദ്ധിക്കേണ്ടി വരും. സംസാരം കൊണ്ട് ചില പ്രശ്നങ്ങളിലൊക്കെ പോയി ചെന്ന് ചാടിയെന്നും വരാം. നിക്ഷേപങ്ങൾക്ക് നല്ല സമയം തന്നെയാണ്. വാസഭൂമിയിലും കേസുകളൊക്കെ പരിഹരിക്കപ്പെട്ടേക്കാം. 6, 8, 10 ഭാവങ്ങളിൽ വ്യാഴം നോക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം ലഭിക്കാം. ജോലിസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലും പരിഹാരം ലഭിക്കും. എന്തെങ്കിലും ഭാഗ്യദോഷം കാരണം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിലും പരിഹാരം ലഭിക്കും. ഭാഗ്യം കിട്ടുന്നൊരു സമയം കൂടിയാണിത്. അപ്പോൾ 6, 8, 10 ഭാവങ്ങളിൽ ജൂപ്പിറ്ററിൻ്റെ ദൃഷ്ടി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം. ജോലി സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം.
പക്ഷേ 8-ാം ഭാവത്തിലും കൂടെ നോക്കുന്നതുകൊണ്ട് ഭക്ഷണത്തിൽ ശ്രദ്ധ വേണം. ഭക്ഷണം കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുമുണ്ട്. അത് കാരണം വളരെ ശ്രദ്ധിക്കുക. പൊതുവേ നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഈ സംക്രമണകാലം ഈ രാശിക്കാർക്ക് അത്രയ്ക്ക് നല്ലതാണെന്ന് പറയാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും ധനവർദ്ധനയുണ്ടാകും. പക്ഷെ മനസ്സമാധാനം സ്വല്പം കുറയും.